ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി വീണ്ടും നമ്മൾ ഇതുപോലെ സംസാരിച്ചൊരു വീഡിയോ ചെയ്ത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ എടുക്കണം ചെയ്യണം എന്നൊക്കെ വിചാരിക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്ന് അത് ചെയ്യാൻ പറ്റാണ്ട് പോവും. സോറി. അപ്പൊ ഇന്ന് ഇതുപോലെ കുറേ നാളായിട്ട് എനിക്ക് എന്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കമന്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ സജഷൻ പറഞ്ഞൊരു ഇതായിരുന്നു ലിപ്സ്റ്റിക് കളക്ഷനെ കുറിച്ചിട്ട്. അത് ഇത്രയും നാൾ ചെയ്യാതിരുന്നത് ഒന്ന് എൻ്റെ ഒരുപാട് അങ്ങനെ ലിപ്സ്റ്റിക്സ് കളക്ഷൻ ആയിട്ട് കാണിക്കാൻ മാത്രം ഇല്ലായിരുന്നു. ടു ബി വെരി ഫ്രാങ്ക്, ലൈക്ക് കുറച്ച് സാധനങ്ങളെ ഒരു 2 ഷെയ്ഡ് 3 ഷെയ്ഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാടൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് മാത്രം സാധനങ്ങളൊന്നും ഇല്ല. ആദ്യമേ പറയാം, ലുക്ക് കണ്ട് ജഡ്ജ് ചെയ്യരുത് ഗൈസ്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ അറിയാം, ചൂട്, അസാധ്യ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടായിട്ടാണ് നമുക്ക് പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഐ ജസ്റ്റ് കാൺ ഹെൽപ്പ് ഇറ്റ്. അതുകൊണ്ട് ഈ കോളത്തിൽ ഇരുന്ന് ചെയ്യാനേ പറ്റുള്ളൂ. പ്ലീസ് ബെയർ വിത്ത് ഇറ്റ്. ഫാൻ ഇടാതിരിക്കാനുള്ള നിവൃത്തിയില്ല. ഫാൻ ഇട്ടിട്ട് പോലും വേർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മൈക്ക് ഇങ്ങനെ അടുത്ത് വെച്ച് സംസാരിക്കുന്നുണ്ട്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിലും. എനിവേസ്, പക്ഷേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നമുക്ക് പറ്റത്തില്ല കേട്ടോ. എസ്കേജിലൊക്കെ നമുക്ക് ലൈവ് റെക്കോർഡിംഗ് ആയതുകൊണ്ട് ഈ ഫാനിന്റെ സൗണ്ട് പോലും ചെറുതായിട്ട് പിടിക്കും. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ ഫുൾ എല്ലാം അടച്ചിട്ടിട്ടൊക്കെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. കാരണം മിക്കതിൽ നമ്മൾ വേർത്ത് കുളിച്ചൊക്കെയാണ് നിൽക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ ഐ ഹോപ്പ് യു ഓൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് സംസാരിച്ച സമയം കളയണ്ട. എനിവേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ യെസ്, മുടിയൊക്കെ കെട്ടി സ്വെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അത്രയ്ക്ക് ചൂടാണ്. അപ്പം മേക്കപ്പ് വീഡിയോ, ഐ മീൻ മേക്കപ്പ് പ്രോഡക്ട്സിന്റെയും സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ ഒക്കെ വ്ലോഗ് ഇട്ട സമയത്ത് അതിന് മുന്നേയും അതിലുമൊക്കെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ആയിരുന്നു ലിപ്സ്റ്റിക് കളക്ഷനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ കയറിയിരിക്കുന്നത്. സോ ഒരുപാടൊന്നും ഇല്ലതാ, ഇതുപോലത്തെ ഒരു കുട്ടി ബോക്സിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ടെന്ന് തോന്നുമായിരിക്കും. ഞാൻ 1 by 1 എല്ലാം എടുത്ത് കാണിച്ച് സ്വാച്ചും ഒക്കെ ചെയ്ത്. ഫസ്റ്റ് വൺ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് റൂബി ഓർഗാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ലിപ് ഗ്ലോസ് ആണ്. ഇത് 3 ml കിട്ടും കേട്ടോ മേടിക്കാൻ. ഇതൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡ് ആണ്. ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒരു അടിപൊളി സാധനമാണ്. അതായത് ഈ ലിപ് ഗ്ലോസ് ആണെങ്കിലും ഇതിൽ തന്നെ ഒരു ടിന്റ് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ്, ബ്യൂട്ടിഫുൾ ഫോർമുലേഷൻ, ഓർഗാനിക് പ്രോഡക്റ്റുമാണ് 100%. പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ടിന് കൊണ്ടുപോയി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഇത്രയും പൊട്ടിയിരിക്കും അതിന്റെ അടപ്പ്. സോ ഇപ്പൊ ഇത് അടയ്ക്കാൻ പറ്റത്തില്ല. ബട്ട് താങ്ക്ഫുള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് ലീക്കേജ് പ്രോബ്ലംസ് ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ ഇതിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കുവാണ്. ഇത് ഞാൻ ഷൂട്ടിന് കൊണ്ടുപോയി നമ്മുടെ സ്റ്റേജിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ള സ്റ്റേജിൽ ആരിക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഇതിന്റെ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ. സോ ഇത് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. See, such a beautiful shade. ഒരു ഗ്രേപ്പ് വൈൻ പിങ്ക് ഷെയ്ഡ്. ഞാൻ ഒരു മേക്കപ്പും ഫേസിൽ ഇട്ടിട്ടില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്സ് മാത്രം നിങ്ങൾക്ക് സ്വാച്ച് ചെയ്തും ഇട്ടും കാണിച്ചു തരുവാണ്. സോ ഇതൊരു നല്ല ഫീലാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഞാൻ ചില സമയത്ത് നമുക്കിപ്പോൾ വളരെ സട്ടിലായിട്ടുള്ള മേക്കപ്പ് ആണല്ലോ മിക്കപ്പോഴും എസ്കേച്ചിൽ യൂസ് ചെയ്ത് വീട്ടിൽ നിൽക്കുന്ന പോലത്തെ സീൻസ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊരു നാച്ചുറൽ ഫിനിഷാണ്. പിന്നെ നമുക്ക് വേറെ ലിപ്സ്റ്റിക് ഇട്ട് അതിന്റെ പുറത്തുകൊടുത്ത് ടച്ച് ചെയ്ത് കൊടുത്താലും ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, ഇതിന്റെ ഫോർമുലേഷൻ അങ്ങനെ ആയതുകൊണ്ട്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ലിപ്സ്റ്റിക് അല്ല, ലിപ് ഗ്ലോസ് ആണ്. സോ യാ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഒരു മീഡിയം വാം സ്കിൻ ടോൺ ആണ്, ലൈറ്റ് ഫെയർ ഒന്നും അല്ല. കുറേ പേര് അങ്ങനെ തർക്കിക്കാറുണ്ട്, പക്ഷെ അല്ല, അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് സ്യൂട്ട് ആവാറില്ല. സോ അപ്പോൾ എൻ്റെ സ്കിൻ ടോണിന് ഒരുവിധപ്പെട്ട മിക്ക സാധനങ്ങളും സ്യൂട്ട് ചെയ്യാറില്ല. ചിലവർ ഇസ് വെരി ബ്ലെസ്ഡ് ടു ഹാവ് ബ്യൂട്ടിഫുൾ സ്കിൻ ടോൺ. അവർക്ക് എല്ലാ തരം ഓൾമോസ്റ്റ് മിക്ക ഷെയ്ഡ്സും അവർക്ക് ഭയങ്കരമായിട്ടും കിടിലമായിട്ട് സ്യൂട്ട് ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ചില പിങ്ക് ടോൺസ്, ചില ബ്രൗൺ ടോൺസ് ഒക്കെ ചേർത്തോളൂ. അല്ലാത്ത ഇപ്പം ഈ പിങ്ക്സിൽ തന്നെ ചില കൈൻഡ് ഓഫ് പിങ്ക്സ് ഒന്നും സ്യൂട്ട് ആവത്തില്ല. അടിച്ച് ഇരിക്കുന്ന ജെറ്റാക് പിങ്ക് പോലത്തെ സാധനങ്ങളൊന്നും എനിക്ക് സ്യൂട്ട് ആവത്തില്ല. അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുള്ളൂ. നമ്മൾ ഷെയ്ഡ് എപ്പോഴും സ്വാച്ച് ചെയ്ത് കടയിൽ പോയി നമ്മൾ ട്രയലൊക്കെ നോക്കിയിട്ട് മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ ഓൺലൈൻ വഴി മേടിച്ചിട്ടുള്ളതിൽ 1-2 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ ഓൺലൈൻ വഴി മേടിച്ചതാണ്. ഇതൊക്കെ പക്ഷേ പക്കയായിരുന്നു. സോ ചിലത് നമുക്ക് ലക്കിലി നമുക്ക് സ്യൂട്ട് ആവും ഓൺലൈൻ വഴി മേടിച്ചാലും, ചിലത് നമുക്ക് വലിയ പ്രശ്നം വരത്തില്ല. ഞാൻ ഓൾമോസ്റ്റ് മിക്കതും അങ്ങനെയാണ് മേടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സൂഡിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ട്രയൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് മേടിക്കാം. നിങ്ങൾക്ക് തോന്നുമായിരിക്കും എല്ലാം ഓൾമോസ്റ്റ് പിങ്ക് ബ്രൗൺസ് ഒക്കെ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, അങ്ങനത്തെ ഷെയ്ഡ്സേ ഉള്ളൂ എൻ്റെ. കാരണം എനിക്ക് മിക്കും സ്യൂട്ട് ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങളുണ്ട്, അല്ലാത്ത കഴിവതും എടുക്കാറില്ല. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈസി ബൈ എന്ന് പറയുന്നത് നമ്മുടെ സൂഡിയോ പോലെ തന്നെ വേറൊരു സ്റ്റോറിയിൽ നിന്ന് മേടിച്ചതാണ്. മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത്. എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ച് ഒക്കെ ഉള്ളൂ, സ്റ്റുഡിയോയിലുള്ള പോലത്തെ റേഞ്ച് ഇവിടെ ഉള്ളൂ. 149, 150, 100, 200 സംതിങ് ആണ്. ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് ബ്ലഷ് പെറ്റൽ. ഒരു പിങ്ക് പീച്ചി ഷെയ്ഡാണ്. പക്ഷേ മോനെ, ഇതിൽ പറ്റിപ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ബിക്കോസ് ലിപ്സ്റ്റിക് നിങ്ങൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഉപയോഗിച്ച് തീർത്തതല്ല, മേടിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രി ലൈക്ക് പാക്കേജിങ് പൊട്ടിച്ച് നോക്കിയപ്പോൾ തന്നെ സംഭവം ബ്രോക്കൺ ആയിട്ടിരിക്കുവാണ് ഇതിനകത്ത്. അപ്പോൾ ഫസ്റ്റ് ബ്രോക്ക് ചെയ്ത ആ ഒരു പാർട്ട് അങ്ങ് പോയി, എവിടെയോ വീണതായി. ഞാൻ പിന്നെ അതങ്ങ് കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ അത് കൂടി ഇത്രയേ ഉള്ളൂ. സോ അതെനിക്ക് ഭയങ്കര ഒരു കഷ്ടമായിട്ട് തോന്നി ഇതിന്റെ കാര്യത്തിൽ. പൈസ കൊടുത്ത് ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് പൊട്ടിപ്പോവാന്ന് പറയുന്നത്. ഒരു പീച്ചി പിങ്ക് ഷെയ്ഡാണ്, കണ്ടോ. ഐ തിങ്ക് ക്യാമറയിൽ ഞാൻ എല്ലാം സ്വാച്ച് ചെയ്യുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നു, പക്ഷെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ എനിക്കിത്. ഐ ഡോണ്ട് നോ എങ്ങനെ നിങ്ങൾക്കത് പറഞ്ഞു തരണം.
സോ ഇതാണ് ആ ഒരു ഷെയ്ഡ്. ഒരു മോവിഷ് പീച്ചി പിങ്ക് ഷെയ്ഡാണ്. ഇതിങ്ങനെ കാണാൻ രസമൊക്കെയാണ്, പക്ഷെ ഇത് ഇടുമ്പോഴും നല്ല സ്മൂത്ത്ലി ഗ്ലൈഡ് ചെയ്യും കേട്ടോ. പക്ഷെ കുറച്ച് കഴിയുമ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. സോ അതെനിക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് തോന്നിയിരുന്നു. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കര ഡ്രൈയിങ് ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ പൊരിഞ്ഞ് ഇളവാനൊക്കെ തുടങ്ങും. അപ്പോൾ ഷൂട്ടിന് നമുക്കിതൊരു ഓൾ ഡേ ഇതിനൊന്നും ഇറ്റ്സ് നോട്ട് ഓക്കെ. ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ കാണാൻ കൊള്ളാം, കുറച്ച് സമയം കഴിയുമ്പോൾ ഇച്ചിരി. സ്റ്റുഡിയോയുടെ ലിപ് ക്രീം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് എടുത്തതാണ്. ഇതിന്റെ ഷെയ്ഡ് നെയിം വന്നിട്ട് മിഡ് നൈറ്റ് മോവ് N01 അതാണ് ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതൊരു ലൈറ്റ് ന്യൂഡ് പിങ്ക് ഷെയ്ഡാണ്. പിങ്ക് അല്ലെങ്കിൽ റോസ്. ഈ കാണുമ്പോൾ ഉള്ളതുപോലെ അല്ല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. സി കയ്യിൽ ഉള്ള ഷെയ്ഡും ലിപ്സിൽ വരുമ്പോൾ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇതാണ് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത്. കയ്യിലിടുമ്പോൾ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഫീൽ തോന്നുന്നില്ലേ? ലിപ്സിൽ ഭയങ്കര ലൈറ്റാണ്, ഒട്ടും അങ്ങനെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡല്ല. അപ്പോൾ ഇത് മാത്രം ഇടുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി വാഷ്ഡ് ഔട്ട് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ ചിലപ്പം നേരത്തെ കാണിച്ച് ഇതിന്റെ കൂടെ അല്ലെങ്കിൽ വേറെ ലിപ്സ്റ്റിക്സിന്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടും. അപ്പോൾ നമുക്ക് അതിന്റെ തന്നെ വേറൊരു ന്യൂഡ് ഷെയ്ഡ് പോലെ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെ ഞാൻ യൂസ് ചെയ്യാനാണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഇതും പേര് പോലെ തന്നെ ലിപ് ക്രീം ആയതുകൊണ്ട് നല്ല സ്മൂത്താണ്. ലിപ്സിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു സ്മൂത്ത് ഗ്ലൈഡിങ് എഫക്റ്റ് ആണ് തരുന്നത്. സോ യാ, ഇതൊക്കെ എനിക്കൊന്നും അണ്ടർ 200 ആണ്. 150 199 ആ റേഞ്ച് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ഷെയ്ഡിലോട്ട് പോവാം. ഇത്രയും നേരം നമ്മൾ ബുള്ളറ്റ് മാറ്റ് ലിപ്സ്റ്റിക്സ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ലെറ്റ്സ് മൂവ് ടു ലിക്വിഡ് ലിപ്സ്റ്റിക്. സോ ഇതും അഗെയിൻ ഇസ് ഫ്രം സൂഡിയോയുടെ ലിപ് ബ്ലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഇതൊരു നൈസ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ആൻഡ് ഇതെനിക്ക് വൺ ഓഫ് ദ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ്. ഇതിന്റെ ഷെയ്ഡ് നെയിം വന്നിട്ട് വെൽവെറ്റ് ടച്ച് BR02. വെൽവെറ്റ് ടച്ച് അതാണ് ഈ ഷെയ്ഡ്. സോ ഇതിനെ കുറിച്ച് കാണിച്ചു തരാം. ഇതും നല്ല ഷെയ്ഡും കാര്യമൊക്കെയാണ്. പക്ഷേ ദ പ്രോബ്ലം ഇസ് ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈയിങ് ആണ്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് അല്ലേ, ഒരു റസ്റ്റിക് ബ്രൗണിന്റെ ഒരു അണ്ടർടോൺ ഒക്കെ വരുന്ന ഒരു, പക്ഷെ ഭയങ്കര ഡ്രൈ കണ്ടു. ഇപ്പൊ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി. ഇതെനിക്ക് ഇച്ചിരി മാച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി പാടും. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റർ ഷെയ്ഡ്സ് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനത്തെ കളേഴ്സ് നൈസ്. നെക്സ്റ്റ് അടുത്ത ലിപ്സ്റ്റിക് ഈസ് അഗെയിൻ ഫ്രം സൂഡിയോ. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത്. ഓൾ ഡേ മാറ്റ് ലിപ് കളർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് സൂഡിയോയുടെ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഡ്രീമി M01 ഡ്രീമി. സോ ഇത് ശരിക്കും ഒരു വൈൻ ഷെയ്ഡ് പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. സോ ഇതാണ് ആ ഒരു ഷെയ്ഡ്. ഇത് നമുക്ക് ഇനി വേണമെങ്കിൽ ഡാർക്കർ ആക്കാം. ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുമ്പോഴത്തേക്കും അത് എടുക്കുന്ന ലൈക്ക് ആപ്ലിക്കേറ്റർ എടുത്ത് മാക്സിമം അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ലൈക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങനെ തേച്ച് ആ സൈഡിലുള്ള അതെല്ലാം പോയിട്ട് ബാലൻസ് വരുന്നത് മാത്രം വെച്ചിട്ട് ഇടാൻ നോക്കാറുള്ളൂ. എനിക്ക് അങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. സോ ഇതും ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു വൈൻ പിങ്ക് ഷെയ്ഡ്, അതിന്റെ വേണമെങ്കിൽ ഒരു മോവിഷ് സൈഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതും എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. സോ യെസ്, ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ഷെയ്ഡ്. ഇസ് അഗെയിൻ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. മാറ്റ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഫ്രം സൂഡിയോ ആണ് വീണ്ടും. അപ്പൊ ഇതും ഒരു നമ്മുടെ ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല ഷെയ്ഡല്ലേ. ഇതിന്റെ ഷെയ്ഡ് നെയിം ഇസ് സാറ്റൻ മൊക്ക അല്ലെങ്കിൽ മൊക്ക എന്നല്ല നമ്മൾ പറയുന്നത്. സാറ്റൻ മൊക്ക BR3. സോ ഇത് നല്ലൊരു ഷെയ്ഡാണ്, എനിക്കിതും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ടു ആൻ എൻഡ് നമ്മുടെ ബോക്സ് തീർന്നു. ദ ലാസ്റ്റ് വൺ ഇസ് അഗെയിൻ സൂഡിയോ അല്ല, ഡാസ്ലറിന്റെ മിനി ലിപ്സ്റ്റിക്കിൽ വരുന്ന ഒരു ഇതാണ്. ഇത് 80 റുപ്പീസ്. ഇതൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഇതാണ്. ആക്ച്വലി ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഒരു ഇതുപോലത്തെ നല്ലൊരു ന്യൂഡ് മോവിഷ് ഒരു പിങ്ക് അല്ലെങ്കിൽ റോസിന്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്. അത് തീർന്നു പോയി. അത് നല്ലൊരു ഷെയ്ഡായിരുന്നു കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലെ ഷൂട്ടിന് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനം. അത് നമുക്കൊരു ന്യൂഡ് ഫീൽ കിട്ടുന്ന ഒരു ലൈറ്റ്, വലിയ ഡാർക്ക് അല്ലാത്ത കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് അതാണ്. ഞാൻ ഇതിന് മുമ്പ് കാണിച്ച സ്റ്റുഡിയോ സാധനങ്ങളെല്ലാം ഇച്ചിരി ഡാർക്ക് അല്ലേ. സോ സീ ദിസ് ഈസ് ദാറ്റ്. ചില ഷെയ്ഡ് ഉണ്ട് നമ്മൾ ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടു, പക്ഷെ ഇട്ടില്ലെന്ന് വെച്ചിട്ടില്ല.
ഇട്ടെന്ന് അറിയാത്ത കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ ഒരു ഫീലാണ് ഡാസ്ലറിന്റെ ഈ മിനി ലിപ്സ്റ്റിക് ഇതിൽ ട്രൈ ചെയ്യണം എന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിവേസ് ഫേവറേറ്റ് ആണ് കേട്ടോ. സോ യെസ് ദാറ്റ്സ് ഓൾ. സോ വി ഹാവ് കം ടു ആൻ എൻഡ്. അപ്പൊ ഇപ്പൊ തന്നെ എൻ്റെ ഇപ്പോൾ ഉള്ളത് 6 എണ്ണമാണ്. 6 ലിപ്സ്റ്റിക്സ് ആണ് എൻ്റെ ഉള്ളത്. അതായത് 5 ലിപ്സ്റ്റിക്സ്, അതിൽ 3 ലിക്വിഡ് ലിപ്സ്റ്റിക്കും 2 മാറ്റ് ലിപ്സ്റ്റിക്കും 1 ലിപ് ഗ്ലോസും ആണ് എൻ്റെ ശരിക്കും ഉള്ളത്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, എൻ്റെ ഇങ്ങനത്തെ ഷെയ്ഡ്സേ കാണത്തുള്ളൂ. ഇതിൽ കൂടുതൽ ഒരു ബ്രൈറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഷെയ്ഡ്സ് ഞാൻ മേടിക്കാൻ പോകത്തില്ല. തീരെ ലൈറ്റ് ഷെയ്ഡ്സും എനിക്ക് സ്യൂട്ട് ആവത്തില്ല. സോ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു റോസ് പിങ്ക് ടോൺസും ബ്രൗൺ ടോൺസും ഈ ഒരു കൈൻഡ് ഓഫ് സാധനം മാത്രമേ ഞാൻ യൂസ് ചെയ്തുള്ളൂ. ചില ബ്രൗൺസ് ഭയങ്കര ഡാർക്ക് ആയിരിക്കും, ഒട്ടും സ്യൂട്ട് ചെയ്തില്ല. ചില പിങ്ക്സും അതുപോലെ ആയിരിക്കും. സോ ഈ ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ വലിയ യു ഓൾ ലൈക്ഡ് ആൻഡ് എൻജോയ്ഡ് വാച്ചിങ് ദിസ്. ഇത് ചോദിച്ച ആ കുട്ടിക്കും ഐ ഡോണ്ട് നോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. സോ എനിവേസ്, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഷെയ്ഡ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം സ്റ്റുഡിയോ ഒക്കെ എല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണല്ലോ എല്ലാവരും. സോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയുക. നിങ്ങളുടെ ഫേവറേറ്റ് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഈ പറഞ്ഞ എല്ലാം മാക്സിമം വളരെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാൻ നോക്കൂ. എല്ലാം അണ്ടർ 200 ആണ്. ഐ തിങ്ക് 149, 199 ആ റേഞ്ചിനകത്ത് വരുന്നതും മറ്റേത് ഞാൻ 80 റുപ്പീസ് ആ റേഞ്ചിന് വരുന്ന സാധനങ്ങളാണ്. സോ യാ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോ സെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. മാക്സിമം നമുക്ക് ഇതിൽ കൺസിസ്റ്റൻ്റ്ലി ക്യാച്ചപ്പ് ചെയ്യാൻ നോക്കണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ആൻഡ് ഒരുപാട് പേര് SKG ടോക്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ലവ് ആൻഡ് സപ്പോർട്ട് ത്രൂ Instagram, FB എല്ലാം കമന്റ്സിലൂടെ DMസിലൂടെ ഒക്കെ അറിയിക്കുന്നുണ്ട്. സോ ഹാപ്പി. ഒരുപാട് സന്തോഷം. നമ്മുടെ ഇപ്പം ഇന്റർവ്യൂവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് ലവിങ്, കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ് SKG വീഡിയോസ് ആണെങ്കിലും എൻ്റെ ചാനലിലെ വീഡിയോസ് ആണെങ്കിലും. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.